പിണറായിസം തൊലയട്ടെ. ഇത് ഒരു 6 മാസമായിട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. പിണറായിസം തൊലയട്ടെ. അത് പറയുന്ന ആള് മറ്റവരല്ല, എല്ലാവർക്കും അറിയാം. PV അൻവറാണ്. മുൻ MLA ആയിരുന്ന PV അൻവറാണ്. നിലമ്പൂരിൽ പിണറായിസം തുലച്ച് അധികാരത്തിൽ UDF-നെ കൊണ്ടുവരുമെന്ന് ശപഥം ചെയ്ത് UDF-ലേക്ക് ചേക്കാറാനുള്ള എല്ലാ വഴികളും നോക്കി കാലുപിടിച്ച് കരഞ്ഞു മെഴുകി ഇപ്പോൾ ഒരുവിധം തന്റെ UDF പ്രവേശനം ഉറപ്പാക്കി വെച്ചിരിക്കുന്ന PV അൻവറിനെ കൃത്യസമയത്ത് കിടിലൻ മറുപടി കിട്ടിയിരിക്കുകയാണ്. അൻവറിന്റെ എല്ലാ കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും എന്തുകൊണ്ട് അൻവർ ഇടതുപക്ഷം വിട്ടു എന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPIM-ന്റെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സക്കറിയ രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ വെല്ലുവിളിയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവറിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കള്ളമാണ് ഈ പറയുന്നത് എന്ന് തെളിയിക്കാമെങ്കിൽ അൻവറിന് എന്ത് നിയമ നടപടിയും സ്വീകരിക്കാമെന്ന് പരസ്യമായി അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ്. 6-7 മാസമായി നിരന്തരം കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് പിണറായിസം തുലയട്ടെ. ഇത് പറയുന്നത് മറ്റാരുമല്ല PV അൻവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സക്കറിയ അൻവറിനെതിരെ വെടിക്കെട്ട് തന്നെയാണ് നടത്തുന്നത്. CPIM-ഉം നേതാക്കന്മാരും ഒക്കെ ധാർമ്മികത ഇല്ലാത്തവരാണെന്നും അവരെ ധാർമ്മികത പഠിപ്പിച്ച് നല്ലവരാക്കണമെന്നും ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ അഴിമതിക്കാരാണെന്നും പിണറായി രാജ്യവിരുദ്ധനാണെന്ന് പോലും അൻവർ പല കുറി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പറയുന്ന ആള് വലിയ ധാർമ്മികതയുള്ള മാന്യനാണോ എന്ന് ചോദിക്കുന്ന സക്കറിയ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 10 വർഷം മുൻപ് അൻവർ വലിയ പണക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 10 കോടി രൂപ കടമെടുത്തു എന്നും അത് കാലക്രമേണ പെരുകി 20 കോടിക്ക് മേലെത്തിയെന്നും തെളിവുകൾ സഹിതം പറയുന്നുണ്ട്. 2015 ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അൻവർ എടുത്ത 2 ലോണുകളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് വീഡിയോയിൽ ഉടനീളമുള്ളത്. കെ സുധാകരന്റെ സഹായത്തോടു കൂടി എടുത്ത 2 ലോണുകളിൽ രണ്ടാമത്തേത് വ്യാജ ആധാരവും വ്യാജ പട്ടയവും ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ സമർപ്പിച്ചുകൊണ്ടാണ് അൻവർ എടുത്തിരിക്കുന്നത് എന്നത് തെളിവ് സഹിതം വിളിച്ചു പറയുകയാണ് സക്കറിയ. ഇനി ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് അൻവർ ഇടതുപക്ഷം വിട്ടതെന്ന്, ഇത്രയേറെ പിണറായി വിരുദ്ധനായി മാറിയതെന്ന്. പിണറായിസം തൊലയട്ടെ. ഇത് ഒരു 6 മാസമായിട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. പിണറായിസം തൊലയട്ടെ. അത് പറയുന്ന ആള് മറ്റവരല്ല, എല്ലാവർക്കും അറിയാം. PV അൻവറാണ്. മുൻ MLA ആയിരുന്ന PV അൻവറാണ്. ഇതന്നെ ഉറക്കത്തിൽ എപ്പോ നോക്കിയാലും പിണറായിസം തൊലക്കണം. മാത്രമല്ല CPIM-നെയും പിണറായിയെയും CPIM-ന്റെ നേതാക്കന്മാരും ധാർമ്മികത ഇല്ലാത്തവരാണ്. അവരെ ധാർമ്മികത വൽക്കരിച്ച് അവരെ നല്ലവരാക്കണം, പാർട്ടിനെ എല്ലാവരും നല്ലവരാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ധാർമ്മികതയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ മാത്രമാണ് രാഷ്ട്രീയത്തിൽ ഭയങ്കര ധാർമ്മികത ഉള്ള ആള് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന 6 മാസമായിട്ട് നടക്കുന്ന ഒരാള് PV അൻവറാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം പിണറായിസം തൊലക്കുക എന്നുള്ളതാണ്. പിണറായിസം അവസാനിപ്പിക്കുക, CPIM-നെ നന്നാക്കുക, അവരെയൊക്കെ ധാർമ്മികത പഠിപ്പിക്കുക എന്നുള്ളത്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ധാർമ്മികത ഇങ്ങനെ കൂടുതലായി പ്രസംഗിക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും അവരെ ധാർമ്മികത കൂടി ഒന്ന് പരിശോധിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിനൊരു ചെറിയ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയാണ്ട്, അത് വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ പറയാം. ചെറിയ ഒരു കാര്യങ്ങൾ, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാള് വലിയ സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് നടിക്കുകയും വെല്ലുവിളിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ഒരാള് ഒരു സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ 2 പ്രാവശ്യം ലോണായിക്കൊണ്ട് 10 കോടി രൂപയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അൻവർ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുമ്പേ 10 കോടിയോളം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ലോണ് തിരിച്ചടക്കാതെ ഇപ്പൊ അത് 21 കോടി രൂപയായി മാറിയിരിക്കുകയാണ്. ലോണ് നമ്മളെല്ലാവരും എടുക്കലുണ്ട്, ചിലപ്പോൾ അടക്കാൻ കഴിയൂല, ജപ്തി ചെയ്യും, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടക്കാത്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ ലോൺ എടുത്തിരിക്കുന്നത് 2 ലോണാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് 4.9 കോടി രൂപയും ഒന്ന് 3.5 കോടി രൂപയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ലോണ് വളരെ വ്യക്തമായി ഇത് കേൾക്കുന്ന ആളുകൾ കേൾക്കണം. ഒരു ലോണ് PV അൻവർ എടുത്തിട്ടുള്ളത് 5/12/2015 എടുക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ചേർത്ത് പറയട്ടോ. അതിപ്പോ നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തുടങ്ങും നിങ്ങൾ നോക്കണ്ടേ എങ്ങനെ ലോൺ എടുത്ത് പറ്റിച്ച ആളെയാണോ നിങ്ങൾ MLA ആക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ പറയും. പൊന്നാര സുഹൃത്തുക്കളെ, അതിനാദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
5/10/2015, 5/12/2015, 2015 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കെ സുധാകരന്റെ സഹായത്തോടു കൂടിയാണ് ഈ ലോൺ എടുത്തിട്ടുള്ളത്. LDFന്റെ കാലത്തല്ല, ആദ്യമേ പറയാം. പിന്നെ വേറൊരു കാര്യം, ഇത് ലോൺ എടുത്തതല്ല പ്രശ്നം. ലോൺ എടുത്തത് പിന്നെ ഈ 5/12/2015 എടുത്തിട്ടുള്ള ലോണ് 3.5 കോടി രൂപ എടുത്തിട്ടുള്ളത് വ്യാജമായിട്ടുള്ള രേഖ, ആധാരവും പട്ടയവും അടക്കം വ്യാജമായിട്ടുള്ള രേഖകൾ സമ്പാദിച്ച് അത് ഹാജരാക്കിയിട്ടാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ലോൺ എടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് പറയുമ്പോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ തെറി പറഞ്ഞൊരു കാര്യമല്ല. വ്യക്തമായി ആധികാരികതയോടുകൂടി ആണ് CPIMന്റെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള സെക്കരിയ എന്ന് പറയുന്ന ഞാനിത് പറയുന്നത്. PV അൻവർ KFCയിൽ നിന്ന് എടുത്ത 2 ലോണിലൊന്ന് വ്യാജരേഖ ചമച്ച് ആ സ്ഥാപനത്തെയും ഈ നാടിനെയും വഞ്ചിച്ചുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് 21 കോടി രൂപയോളം പിന്നെ പെൻഡിങ് ആയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് അൻവർ ഇത്ര പെട്ടെന്ന് ഈ പിന്നെ MLA സ്ഥാനത്ത് രാജിവെച്ച് പിണറായിസം തുറക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതെന്ന് കുറെ ആളുകൾക്ക് അറിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊക്കെ ചർച്ചയിൽ വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. 2015 UDFന്റെ കാലത്ത് എടുത്തു കൊടുത്ത ലോണാണ് ഈ ലോണ്. അതിൽ വ്യാജരേഖയുടെ പ്രശ്നം അടക്കമുണ്ട്. അത് 21 കോടി രൂപയായിരിക്കുന്നു. ആ 21 കോടി രൂപ എഴുതി തള്ളണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കേരള മന്ത്രിസഭയെയും സമീപിച്ചിട്ട് അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള പിണറായിസം തുലക്കാൻ വേണ്ടിയിട്ട് PV അൻവർ ഇറങ്ങി പുറപ്പെട്ടുള്ളത്.